കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവർ പുതിയ സൃഷ്ടികളാണ് എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഈ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ നിന്ന് വിഭിന്നമായ ഒരു പുതിയ മനുഷ്യരായിട്ട് അവൻ തീരുകയാണ്. അവൻ്റെ ശരീരത്തിന് മാറ്റമില്ല, അവൻ്റെ അവയവങ്ങൾക്ക് മാറ്റമില്ല, പക്ഷേ അവൻ്റെ മനസ്സിനൊരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തെയാണ് നാം മാനസാന്തരം എന്ന് പറയുന്നത്. അവൻ്റെ പഴയകാല സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അവനൊരു പുതിയ മനുഷ്യനായിട്ട് തീരുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യ സഭയോട്, അവൻ പഴയ മനുഷ്യൻ്റെ സർവ്വവിധമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഫോർ എവർ. അത് ഒരു മാറ്റം, അത് എന്നേക്ക് നിലനിൽക്കുന്ന മാറ്റമാണ്. നമുക്ക് പലപ്പോഴും മാനസാന്തരം എന്ന് പറയുമ്പോൾ, അല്ലെ പുതിയ മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ, നാം അനേകരിൽ കാണുന്ന ഒരു പ്രവണത കുറച്ച് നാളത്തേക്ക് കഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വീണ്ടെടുക്കാനുള്ള മുഖാന്തരമായിട്ട്, അല്ലെങ്കിൽ അപ്രകാരമുള്ള അവസ്ഥകളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. അതെ, പിന്നെയോ അത് ഒരു പെർമനൻ്റ് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ആ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്, പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്, അത് സ്ഥിരമായ നിലനിൽക്കുന്ന മരണം വരെയും മാറ്റമില്ലാതെ തുടരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പഴയകാല സ്വഭാവങ്ങൾ എന്നേക്കുമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് തീരുമ്പോഴാണ് സമൂഹത്തിലും അതേ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളിലുള്ള പുതിയ മനുഷ്യരെ കാണുവാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിനെ നമ്മളിലൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വർത്തമാനങ്ങളിൽ ഒക്കെയും യേശുവിനെ കാണുവാൻ കഴിയുന്നത് നാം ഒരു പുതിയ മനുഷ്യനായി തീരുമ്പോഴാണ്. പഴയതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് പുതിയ സൃഷ്ടികളായിട്ട് അത് മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴാണ് സ്വർഗം പ്രസാദിക്കുന്നത്.